ടി ജി, ബി ജെ പിക്കെതിരായിട്ട് സമീപകാലത്ത് വരുന്ന ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ അടുത്ത കാലത്ത് വന്ന ചില ആരോപണങ്ങൾ ബി ജെ പിക്കെതിരെ മാത്രമല്ല, പ്രത്യേകിച്ച് ആർ എസ് എസിനെതിരെ വന്ന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു കൺസേൺ, ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ചോദിക്കാൻ ആക്സസ് ഉള്ള ഒരു ആർ എസ് എസ് ഐഡിയോലോഗ് എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ടി ജിയോട് ചോദിക്കുന്നത്. ടി ജിക്ക് അത് പറയാനുള്ള റെസ്പോൺസിബിലിറ്റിയോ ഒന്നും ആവശ്യമില്ല. പൊതുജനത്തിനോടത് പറയാൻ, പൊതുജനം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഇലക്ഷന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു ആർ എസ് എസ്സുകാരൻ ആത്മഹത്യ ചെയ്യുക, അതല്ലെങ്കിൽ കുട്ടികളോട് ലൈംഗികമായ അതിക്രമം നടത്തിയതിൻ്റെ പേരിൽ വടക്ക് ഒരാൾ കോടതി വലിയ ശിക്ഷ കൊടുത്തു, 40 കൊല്ലത്തെ തടവൊക്കെ കൊടുത്തുകൊണ്ട് വിധിക്കുന്നു. ഇത് ഒരു ആർ എസ് എസിൻ്റെ കളരിയിൽ വളർന്ന ഒരാളെ നിന്നാവുമ്പോഴുള്ള ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങൾക്കും ഒക്കെ അതിൻ്റേതായ ഡിസിപ്ലിൻ ഉണ്ട്. അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഡിസിപ്ലിനാണ്. ആർ എസ് എസ്സുകാരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവർ സ്വയം വരിച്ച ഡിസിപ്ലിനാണ്. ഒരു ധാർമ്മികമായ ഒരു അച്ചടക്കത്തിൻ്റെ ശീലം ജീവിതത്തിൽ സംസ്കാരമാക്കി വളർത്തിയവരാണ്. ഇവർക്കിപ്പോൾ ഈ നിസ്സാരമായ കാര്യം, ഒന്ന് സ്വന്തം ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ദുർബലമായി പോകുന്നുണ്ടോ പുതിയ ആർ എസ് എസിൻ്റെ ഒരു കൾച്ചർ. രണ്ട്, അധികാരം പോലെ കൊച്ചു കാര്യങ്ങൾ ഒരു കാലത്തും ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട അല്ലാതെ, പക്ഷേ അതിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യാൻ മാത്രം ദുർബലമാകുന്നുണ്ടോ ആർ എസ് എസിൻ്റെ അണികൾ? ഈ ചോദ്യം ടി ജി പറയൂ, എന്താണ് സംഭവിക്കുന്നത്? ഇത് ഈ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും ആർ എസ് എസിനെയും ബാധിക്കും. സമൂഹത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല സാധാരണ രീതിയിൽ സമൂഹത്തിൽ മറ്റെല്ലാവരും ജീവിക്കുന്ന പോലെയാണ് ആർ എസ് എസ്സുകാരനും ജീവിക്കുന്നത്. ആർ എസ് എസ്സുകാർ വ്യക്തി നിർമ്മാണത്തിൽ ഊന്നൽ കൊടുക്കുന്നു. അതെ, അതിൽ ഈ പറഞ്ഞ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക, ദുശ്ചിന്തകൾ ഒഴിവാക്കുക, അതിനു വേണ്ടിയിട്ട് ദിവസവും 1 മണിക്കൂർ ഒന്നിച്ച് കളിക്കുക, പാട്ട് പാടുക, ഒരു ഭാരതമാതാ പ്രാർത്ഥന ചൊല്ലിയിട്ട് പിരിയുക. ഇതാണ് ഒരു സാധാരണ ആർ എസ് എസ്സുകാരൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് പക്ഷേ നിരന്തരം ആവർത്തിക്കുന്നതിലൂടെ ഇയാൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു. രാഷ്ട്രീയ രംഗത്ത് ഇയാൾ പോയാൽ രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കപ്പെടും എന്നായിരുന്നു വിശ്വാസം. അതങ്ങനെ പെട്ട ലക്ഷണമൊന്നും കാണുന്നില്ല. തിരിച്ച് ഇയാൾ ചീത്തയാവുന്ന, അതാണ് സംഭവിക്കുന്നത്. ഈ പട്ടിയുടെ വാല് നേരെയാവാനായിട്ട് നമ്മൾ കുഴലിട്ടിട്ട് കുഴൽ വളയുകയല്ലാതെ വാല് നേരെയാവാത്തൊരു അവസ്ഥയുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ സംഭവിക്കാത്ത ഉദാഹരണങ്ങളും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ എണ്ണം കൂടി കഴിയുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാവും. പിന്നെ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ ഇതിൻ്റെ വരവോടുകൂടി ഇത് ആംപ്ലിഫൈ ചെയ്യും. അതാണ് കറക്റ്റ്. അപ്പോൾ പണ്ടും നേരിയ അളവിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഉണ്ടായിരുന്നു എനിക്കറിയാം. ഇതൊക്കെ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ. നമ്മളുടെ ഓപ്പറേഷണൽ സോഫ്റ്റ്വെയർ ആണ് ഈ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. ഈ 4 സാധനം മനുഷ്യനടക്കം എല്ലാ ജീവജാലങ്ങൾക്കും ഓപ്പറേഷണൽ സോഫ്റ്റ്വെയറാണ്. അതാരും പറഞ്ഞു കൊടുക്കണ്ട, ആരും പഠിപ്പിക്കേണ്ട. ഈ 4 കാര്യങ്ങൾ ഇയാൾ തന്നെത്താനും ചെയ്യും. ജൈവചോദനയാണത്. ഓപ്പറേഷൻ. ബാക്കിയൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. നല്ല ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഇയാൾ നന്നായിട്ട് ചെയ്യും. ചീത്തയാണ് അയാൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അത് കയറിയിട്ട് അത് അങ്ങനെ. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസ് നമ്മൾ സമൂഹത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ്. ഇത് ഓപ്പറേഷൻ ആർജിക്കുന്നതാണ്. ഇത് ആരുമായിട്ടും ഒരു കൂട്ടുകെട്ടുമില്ലാതെ നടന്നാൽ പോലും ഈ ഓപ്പറേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. 4 കാര്യങ്ങളുണ്ടാകും. അത് മനുഷ്യനുണ്ട്, പട്ടിക്കുണ്ട്, ആനയ്ക്കുണ്ട്, സകലർക്കുമുണ്ട്. ഇതാണ് ഇന്നിപ്പോൾ. വൺസ് അഗൈൻ, മൈഥുനം 4 ആഹാര, നിദ്ര, ഭയ, മൈഥുനം ച. ആ ശ്ലോകത്തിൻ്റെ ബാക്കി എന്താ എനിക്ക് ഓർമ്മ വരുന്നത്. അതെ, ആഹാരം, ഉറക്കം, ഭയം, മൈഥുനം. ഓക്കെ, അത് കറക്റ്റ്. ഭയം എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണ ഒരു പേടിയല്ല, തീക്ക് ചൂടാണല്ലോ അതുകൊണ്ട് തീ പേടിയല്ല, സർവൈവലിൻ്റെ പേടി. ഒരു കാര്യം കാണുമ്പോൾ ഇത് നമ്മുടെ ജീവനാപത്താണ് എന്ന് മനസ്സിലാക്കുന്ന, ഞെട്ടി മനസ്സിലാക്കുന്ന നിമിഷം.
അപ്പോൾ അവിടെ നിന്ന് മാറിക്കളയും, ഓടിക്കളയും, ഒഴിഞ്ഞു കളയും. വിഡ്രോവൽ ഉണ്ടാവും. ഇത് സർവൈവലിന് വേണ്ടിയിട്ട് പ്രകൃതി കൊടുത്തിരിക്കുന്നതാണ് ഈ ഭയം. ഒരു വലിയ ഒച്ച കേൾക്കുമ്പോൾ വിൽ ഇറ്റ് എക്സ്പ്ലോഡ് ഓൺ മീ, ഉടനെ നമ്മളൊന്നും മാറി നിൽക്കും. എവിടെ നിന്നാണോ ഒച്ച കേട്ടത് അവിടെ നിന്ന് ദൂരെ. അത് ജീവിക്കാനുള്ള, ജീവൻ നിലനിർത്താനുള്ള പ്രകൃതി തന്നിട്ടുള്ള ഒരു സംരക്ഷണമാണ്. അല്ലാതെയുള്ള മറ്റേ ഭയമല്ല. ഈ ബുദ്ധിക്ക് അല്ലെങ്കിൽ ഈ സ്വതവേ ദുർബലരായ ആൾക്കാർ എന്തെങ്കിലും കണ്ടാൽ ഉടനെ പേടിക്കുക, ആ പേടിയല്ല ഉദ്ദേശിക്കുന്നത്. ഈ സർവൈവലിനോട് സംരക്ഷിക്കുന്ന ഭയം. അപ്പോൾ ഈ നാലും പ്രകൃതി പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു? RSSൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് കൂടാതെ സമൂഹത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതും സ്വയം സേവകർ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും ആർക്കും തടയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഈ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം വളരെ കൂടുതലും ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തത് കുറവും ആയി കഴിയുമ്പോൾ ഈ കൂടുതലിന് സ്വാധീനം ഉണ്ടാകും. നമ്പർ 2, ആത്മഹത്യ ഇപ്പോഴൊരു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊരു ഭംഗിവാക്ക് പറയാറുണ്ട്. അതൊരു ഭംഗിവാക്ക് മാത്രമാണ്. അനുഭവത്തിൽ സാർ നോക്കിയോ, ആത്മഹത്യ ചെയ്യുന്ന ആളിന് പലതിൻ്റെയും പരിഹാരമാണെന്ന് ബോധ്യം വന്നിട്ടാണ് അയാൾ ചെയ്യുന്നത്. അയാൾ പറയുന്നുണ്ട്. ശരിയാണത്, കറക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നല്ലോ. ഇത് നാട്ടുകാർക്കും ഈ ഉപദേശികൾക്കുമൊക്കെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ശരി, മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് പരിഹാരം. അവനവൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് പരിഹാരമായിട്ട് ഞാൻ കാണുന്ന ഏകമാർഗ്ഗം ആത്മഹത്യയാണ്. വേറെ ഒരു പരിഹാരവും കാണുന്നില്ല. ഞാൻ ഈ പരിഹാരത്തിലേക്ക് അങ്ങ് പോകുന്നു. അത് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ക്യാൻസറബിളായി വലിയ വലിയ ജാഗ്രതയിലേക്ക് വന്നു. ഒന്നും വരാൻ പോകുന്നില്ല. 4 വിഷയം സാർ ഞാൻ പറയട്ടെ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ഈ ആത്മഹത്യകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതല്ലായിരുന്നെങ്കിലോ? സിറ്റുവേഷനാണല്ലേ? അതെ, സിറ്റുവേഷനാണ്. ഇത് ആത്മഹത്യ ചെയ്ത ആളിനും അറിയാം. ഈ സിറ്റുവേഷനിൽ ഞാൻ ആത്മഹത്യ ചെയ്താലേ ആത്മഹത്യ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവുകയുള്ളൂ. സമയം പോലെ ഒരു തിരഞ്ഞെടുപ്പാണ് കൃത്യമായിട്ട്. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. വാർത്താ പ്രാധാന്യവും ഇല്ല. വാർത്താ പ്രാധാന്യമില്ല. ഇനി വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി ഇത് ചെയ്യുന്നവരുണ്ട്. അതും ഒരു ദൗർബല്യമാണിപ്പോൾ. എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിലോ ടി വിയിലോ വരിക. ഞാൻ അത്ഭുതപ്പെട്ട സംഭവമോ ആളുകളുടെ പേരോ ഞാൻ പറയുന്നില്ല. വെറുതെ ആലോചിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും. സ്ത്രീധന മരണം കൊല്ലത്തെവിടെയാണ്? പെൺകുട്ടി കമ്പിയിൽ തൂങ്ങി ജനലിൻ്റെ ഇതിലൊക്കെ. രാവിലെ 10:30 മണിക്കാണ് ഇതറിയുന്നത്. ആ ബഹളമായി, പോലീസായി. 12:30 1 മണിയായി കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ടി വിയിൽ, പെൺകുട്ടിയുടെ അമ്മ വേറൊരു ടി വിയിൽ. അമ്മ കരഞ്ഞും കണ്ണീര് തുടച്ചും പിടിച്ചും സാരിത്തലപ്പും മൂടി ഷോ. അച്ഛൻ ഇപ്പുറത്ത് ഷോ. മകളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ശവം താഴെ ഇറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും ടി വിയിലാണ്. എങ്ങനെ ഇത് സാധിക്കുന്നു എനിക്കറിഞ്ഞുള്ളൂ. ഇങ്ങനെ ഒരു മീഡിയ ഭ്രാന്ത്. സ്വയം മരിച്ചെങ്കിലും എൻ്റെ ഫോട്ടോ വരുമല്ലോ എന്നുള്ള തോന്നൽ. സമൂഹത്തിൽ സംഭവിക്കുന്ന അധപ്പതനം വളരെ വലുതാണ്. ഈ മീഡിയയും ഇത് കവർ ചെയ്യുമ്പോഴുണ്ടല്ലോ, എന്തിനാണ് ഈ ദാരുണ സംഭവം? ശരി, ദാരുണ സംഭവം നിങ്ങൾ വിവരിച്ചാൽ മാത്രം മതി, അതിൻ്റെ വിഷ്വൽസ് കാണിക്കരുത്. വൈ യു ഷോ ദാറ്റ്? ഒരു അച്ചടക്കം വേണ്ടേ? ലോകത്തുള്ള സകല ടി വി ചാനലുകൾക്കും ഈ അച്ചടക്കമുണ്ട്. അങ്ങനെ അല്ലാത്തവരെ അവർ മനഃപൂർവ്വം പപ്പരാസികൾ എന്ന് വിളിച്ച് പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. പത്രപ്രവർത്തകർ എന്ന് വിളിക്കില്ല അവരെ. മീഡിയ പേഴ്സൺ എന്ന് പറയില്ല, പപ്പരാസി എന്ന് പറയും. ആ പപ്പരാസികളെ ഭയന്ന് ഓടിയിട്ടാണ് ഡയാന രാജകുമാരി ആക്സിഡൻറ്റിൽ മരിച്ചുപോയത്. ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് ഒരു കൺട്രോളില്ലാത്ത മാധ്യമപ്രവർത്തനത്തിൻ്റെ റിസൾട്ട്. അത് മാധ്യമപ്രവർത്തകർ ആലോചിക്കുന്നില്ല. ബിക്കോസ് ദേ വാണ്ട് ബ്രേക്കിംഗ് ന്യൂസ്. അവർക്ക് ചാനലിൽ ഒന്നാമനാവണം. അത് അവരുടെ കരിയറിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അവർ ഈ കഥകൾ പെരുപ്പിക്കുന്നു. മൊത്തം സമൂഹത്തിൽ ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരും സംസാരിക്കുന്നത് ഈ RSS എന്തോ സമൂഹത്തിൽ നിന്ന് വിട്ടുമാറി, ഈ ഓപ്പസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലെ ചില സംഘടനകളൊക്കെ, ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റ്, അപകടകാരികളല്ല, അവർ സ്വയം ശിക്ഷിക്കുന്നവരാണ്. അവർ ഈ എലിയെ പിടിക്കുന്ന അടിച്ചിൽ പോലത്തെ സാധനമൊക്കെ രാത്രി മുഴുവൻ തുടയിൽ ഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ചോര അങ്ങനെ സ്വയം ആത്മപീഡ, സ്വയം പീഡ.
അത് യേശുക്രിസ്തു അങ്ങനെയാണ് ചെയ്തത്. സ്വയം പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ലോകത്തിന് മോചനം കൊടുത്തത്. അതുകൊണ്ട് ഇവൻ രാത്രി മുഴുവൻ ഇങ്ങനെ അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമല്ല RSS ഒരു ഹിന്ദു സംഘടനയല്ല. ഹിന്ദുക്കളുടെ സംഘടിത രൂപത്തിൻ്റെ പേരാണ് RSS. ഇപ്പോൾ NSS ഒരു ഹിന്ദു സംഘടനയാണ്. ഹിന്ദു എന്നുള്ള വലിയ വേലിക്കെട്ടിനുള്ളിൽ നായന്മാരെ പെറുക്കിയെടുത്ത് NSS, മറ്റൊരു സമുദായത്തെ പെറുക്കിയെടുത്ത് SNDP. അതുണ്ടാക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നില്ല, ബട്ട് ഇപ്പോൾ പ്രാക്ടിക്കലി അങ്ങനെയാണ്. SNDPയിൽ പ്രാക്ടിക്കലി ഈഴവരല്ലാത്തവർക്കും മെമ്പർഷിപ്പ് എടുക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ മെമ്പർഷിപ്പ് ഉള്ളവരുമൊക്കെ ഉണ്ട്. ബട്ട് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് ഈഴവരുടെ സംഘടനയായി. അങ്ങനെ പുഷ്പക സമാജം, താന്ത്രിക സമാജം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു സമാജത്തിന് ഉള്ളിലെ സംഘടനകൾ. RSS അങ്ങനെയല്ല. ഹിന്ദു സമാജം സംഘടിതമാകുമ്പോൾ അതിന് വിളിക്കുന്ന പേര് RSS. ഐസ് ഈ വെള്ളം ഐസായി കട്ടയാകുമ്പോൾ അത് സംഘടിതമായി. അതിനെ പിന്നെ ചുറ്റുകൊണ്ടടിച്ചൊക്കെയാണ് പൊട്ടിക്കുന്നത്. സംഘടിതമായി. ഇങ്ങനെ സംഘടിതമായ അവസ്ഥയെയാണ് RSS എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ലാർജർ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരത്ഭുതവും തോന്നുന്നില്ല, സ്വാഭാവികമാണ്, സമൂഹത്തിലുള്ളതാണ്. അതിലിപ്പോൾ RSS ഏതെങ്കിലും പാർട്ടി വ്യത്യാസവും സംഗതിയുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. അപ്പോൾ RSSഉം ഡിഫറൻ്റ് ആവേണ്ടതില്ല അല്ലേ? ഞാൻ ഈ കർഷക ആത്മഹത്യ എന്നുള്ള സായിനകത്ത് എഴുതി കൊഴുപ്പിച്ച വലിയ സാധനമാണ് കർഷക ആത്മഹത്യ. ഇപ്പം അധികം കേൾക്കുന്നില്ല. ഇതിൻ്റെ കൗണ്ടർ വേറൊരാൾ ഒരു പബ്ലിക്കേഷനിൽ കൊടുത്തിരുന്നു. അയാളും റിസർച്ചിനാണ്. അയാൾ പറഞ്ഞു ഈ കർഷക ആത്മഹത്യയിൽ ഒരു 70% ആൾ കർഷകനാണ്, പക്ഷേ ആത്മഹത്യയുടെ കാരണം കടവൊന്നുമല്ല, വേറെ കാരണങ്ങളാണ്. കർഷകനും ആത്മഹത്യ ചെയ്യുമല്ലോ, പ്രണയ നൈരാശ്യം കൂടെ ആത്മഹത്യ ചെയ്യും. ടെർമിനലി ക്യാൻസറൊക്കെ അതിന് രക്ഷയില്ല, ആത്മഹത്യ ചെയ്തു. ഇതുപോലെ പലവിധ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്ന ആള് കർഷകനാണ് എന്നുള്ള കാരണം കൊണ്ട് സായിനാഥ് കർഷക ആത്മഹത്യ എന്ന് പറയും. ഇത് പിന്നീട് ഒരിക്കലും ഞാൻ കണ്ടു. നമ്മളെ വയനാട്ടിലൊരു കർഷകൻ ആത്മഹത്യ, 24 വയസ്സുള്ള ചെറുക്കൻ. ഞാനിങ്ങനെ അന്വേഷിച്ച് കണക്ട് ചെയ്ത് വയനാട് വരെ ഈ ചെറുക്കൻ്റെ ആസ്പാസ് വരെ എത്തി. എന്താ ഇയാൾ മരിക്കാൻ കാരണം? അവർ പറഞ്ഞു ഒരു പെണ്ണുമായിട്ട് ലോഹ്യത്തിലായിരുന്നു, ആ പെണ്ണ് വേറെ കല്യാണം കഴിച്ചു പോയി, പ്രണയ നൈരാശ്യം. വീട്ടുകാർ വേണമെങ്കിൽ ചെയ്തോന്ന് ചുരുക്കി പറഞ്ഞ് വീട്ടുകാർ ഇച്ചിരി നിർബന്ധിച്ചു. പെണ്ണിന് അത്ര ഒരു ആത്മബലം ഉണ്ടായിരുന്നില്ല, അവൾ കീഴടങ്ങി അവർ പോയി. ഇയാളും പോണതിൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനില്ലാത്ത അവസരം. പോയി കഴിഞ്ഞപ്പോൾ ഈ ആശാന് താങ്ങാൻ പറ്റിയില്ല, തൂങ്ങി. ഇതാണ്. പക്ഷേ ടി വിയിലെല്ലാം വന്നത് കർഷക ആത്മഹത്യ എന്ന്. ഞാൻ ഒന്നും മിണ്ടാൻ നമ്മൾ പറഞ്ഞാലേ ആര് കേൾക്കാൻ. ബട്ട് ഫാക്റ്റ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ആത്മഹത്യക്ക് വിവിധ കാരണങ്ങൾ സംഗതികളൊക്കെ വയ്ക്കും. പിന്നെ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ആത്മഹത്യ ചെയ്യും. അതിൻ്റെ എണ്ണം കൂടി വരുന്നു. ഇപ്പോൾ പേരെഴുതി വെച്ചിട്ട് ഇന്ന ആൾക്കാരാണ് എൻ്റെ മരണത്തിന്. അതെ, അത് കൃത്യമായി കണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു ആത്മഹത്യ അങ്ങനെ വന്നു. അവനെ അറസ്റ്റ് ചെയ്യണം, അത് ചെയ്യണം. അത് ഒരു RSS നേതാവിൻ്റെ ലൈംഗിക അതിക്രമം സഹിക്കവയ്യാതെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞു. പോലീസിനും ഇതൊരു തമാശയായിട്ട് മാറി. ഇല്ലെങ്കിൽ മീഡിയ സമ്മതിക്കില്ല. ഇതുപോലെ കൊല്ലത്ത് നടന്നൊരു സംഭവം. ഞാൻ ഈ പറഞ്ഞ പോലെ സ്ഥലമോ ഒന്നും പറയില്ല. കമ്മ്യൂണിറ്റി ഞാൻ പറയാം, മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മാന്യമായിട്ട് കല്യാണം ആലോചിച്ചു, വിവാഹ നിശ്ചയം നടത്തി. ഇനി കല്യാണമേ ബാക്കിയുള്ളൂ. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് എന്തോ അവർ വേറെ എന്തെങ്കിലും കേട്ടോ സംശയം എന്ത് വാങ്ങിക്കോട്ടെ, അവർ പറഞ്ഞു അതെ ഞങ്ങൾക്കത് സമ്മതമില്ല. ഇതെന്താ 4 പേരെ വിളിച്ച് നമ്മൾ നിശ്ചയം നടത്തുകയാണ്. അതിൻ്റെ നഷ്ടപരിഹാരം എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ തരാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട, ഒഴി. മറ്റവരും അവരും നല്ല തറവാട്. അവർ പറഞ്ഞു നഷ്ടപരിഹാരം വേണങ്ങട്ടെ, ഇത് മതി. ഇങ്ങനെ വാക്ക് മാറുക കേട്ടോ, എന്തൊരു കഷ്ടമാണ്. ഞങ്ങളിനി ഈ പെൺകുട്ടിയെ അത് ശരിയല്ല, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറി. പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഈ ചെറുക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ. ഇതിൽ ആത്മഹത്യാ പ്രേരണ എന്താണെന്ന് സാർ ഒരു ഗ്രൗണ്ടുമില്ല, ഒരു ഗ്രൗണ്ടില്ല. പക്ഷേ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അവനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ബഹളം വയ്ക്കും. പോലീസുകാർക്ക് കിടക്കപ്പോതില്ലാതെയാകും. പോലീസുകാരെ സ്റ്റേറ്റ് പോലീസ് ചീഫ് വിളിച്ച് ചോദിക്കും എന്തടവ് സാറേ, അതിനകത്തൊരു കാര്യം, താനൊന്ന് അറസ്റ്റ് ചെയ്ത് ഒരാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു, തീർന്നു, ബാക്കി പിന്നെ നോക്കാം. ഒരാഴ്ച ഈ ചെറുക്കൻ ജയിലിൽ പോകും, അതോടെ തീർന്നു. അതോടെ പിന്നെ വാർത്തയും തീർന്നു, കേസും തീർന്നു, എല്ലാം തീർന്നു. ഇങ്ങനെ ചെയ്യുന്ന പരിപാടി.
അപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഇനി സാർ നോക്കി, ഇപ്പോൾ ആത്മഹത്യയല്ലേ, അടുത്തത് കൊലപാതകമായിരിക്കും. സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ സാറിനെ കൊല്ലും. ആത്മഹത്യ കൊണ്ട് ആയുധം തീരുന്നില്ല, കൊലപാതകം എന്നുള്ള ആയുധം ഇനിയും ബാക്കി. പ്രവചിക്കല്ലേ ഞങ്ങൾ പറയുള്ളൂ. ഞാൻ ഇത് സമൂഹത്തെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത സാറിന്, അവൻ എനിക്ക് സീറ്റ് തന്നില്ല, പാർട്ടി പ്രസിഡന്റ്, ഞാൻ എന്തിനു ചാകണം, അവനെയാണ് കൊല്ലേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ അത്യന്തം അനഭിലഷണീയമായ പ്രവണതകളുടെ ഒരു കാര്യം റിപ്പീറ്റഡ്ലി ഞാനിത് ABC-യിൽ രണ്ടാമത്തെ തവണയും മറ്റാണ് പറയുന്നത്. വിമതന്മാരെ വിളിച്ച് ഓരോരുത്തരുമായിട്ടും അമിത്ഷാ സംസാരിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പ്. ഒറ്റ വിമതനുണ്ടായില്ല. 102 പേരോട് 2 ദിവസം പറ്റ്നയിലെ മൗര്യ ഷെറാട്ടൺ എന്തോ 5 സ്റ്റാർ ഹോട്ടൽ 102 അസംതൃപ്തരെയും വിളിപ്പിച്ചു. പുള്ളി വരാൻ പറഞ്ഞു, സംസാരിച്ചു, ഒതുക്കി. എല്ലാവർക്കും ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തു പുള്ളി എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം തന്നില്ല, എന്തുകൊണ്ട് മറ്റേ കൊടുത്തു. ആ ഒരു മെക്കാനിസം വേണം അല്ലേ? അപ്പോൾ ഇവർക്ക് ഈ ഉത്തരം അത്ര വലിയ തൃപ്തിയായില്ലെങ്കിൽ പോലും എന്നെ പരിഗണിച്ചു, ഐ എം സംബഡി ഇൻ ദ പാർട്ടി, എന്നെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് അത്ര എനിക്ക് സമ്മതമൊന്നും ആയിരുന്നില്ല, പക്ഷെ വിളിച്ചല്ലോ. അത് മതിയാവും സാധാരണഗതി. ഒരു സെൽഫി എടുത്തു, റൈറ്റ്, ഐ എം ക്ലോസ് ടു അമിത് ഷാ, ഇയാൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ഒരു സന്തോഷമായി. യെസ്, ആ ഒരു മെക്കാനിസം പോലും പാർട്ടി നേതാക്കളും ഇത് കണ്ട് പഠിക്കണം. ഞാൻ അക്രോസ് ദ പാർട്ടി ലൈൻ പറയുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു തന്ത്രമാണല്ലോ ഇപ്പോൾ. അതിൽ അദ്വിതീയനാണ് അമിത്ഷാ, അനുകരണീയനുമാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ളവർക്ക് ഈ വിമതശല്യം എല്ലാം ഒതുക്കാനായിട്ട് സ്പീക്ക് ടു ദം. ഇവർ ചെയ്യില്ല, ഇവർ ഫോൺ എടുക്കില്ല, കടന്നു കളയും. ഞാനിപ്പോൾ വരാൻ കേട്ടോ എന്ന് പറയും, പിന്നെ 5 മാസത്തെ ഇയാളെ വഴിക്ക് കാണില്ല. ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഇതിലൊക്കെ അല്പം ലോലഹൃദയരായ മനുഷ്യർ ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിക്കും. എന്നെ ആരും നോക്കാനില്ല, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, എനിക്കൊന്നും കിട്ടിയില്ല. കൂടെയുള്ളവരും പറയും നീ എന്തോ മന്ത്രിയാകുമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നടന്നത്, ഇപ്പം എന്തായി എന്നും അമ്മ വരെ ചോദിക്കും. ഇവൻ തകർന്നു പോകും ചെറുപ്പക്കാരൻ. അത്തരം ദുരന്തങ്ങളെ തടയിടാനുള്ള യഥാർത്ഥ ഉത്തരവാദിത്വം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് തന്നെയാണ്, എല്ലാ പാർട്ടിയിലെയും. ഒടുവിൽ ഈ തെറ്റായ പ്രവണതകളുടെ ഒടുവിലത്തെ ഇരയായി കേരളത്തിൽ RSS മാറിയിരിക്കുന്നു എന്നേ നമുക്ക് പറയാനാവും, സമൂഹത്തിൽ മൊത്തത്തിൽ. അതിൻ്റെ ഇത് ഏറ്റവും അവസാനമാണെന്ന് പറയുന്നത് അതെന്തോ ഒരു മഹത്തായ കാര്യമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ പൊതുവെയുള്ള മലയാളിയുടെ മാനസികാരോഗ്യം കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് രാഷ്ട്രീയ രംഗത്തും അല്ലാത്ത രംഗത്തും ഒക്കെ ആത്മഹത്യകളില്ല. ഉണ്ട്, വ്യാപകമായിട്ടുണ്ട്. അത് പിന്നെ രാഷ്ട്രീയമായിട്ട് കുടുംബത്തിലെ അമ്മയോട് വഴക്കിട്ടാ പോയി ആത്മഹത്യ ആഘോഷിക്കപ്പെടുന്നില്ലെന്ന്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ ആത്മഹത്യ ചെയ്യുക, ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാത്തതിന് എടുത്ത് ചാടുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ഇയാൾ വേണ്ടാത്ത വഴി ഞാൻ ചോദിച്ചത് എന്താ സാറേ അവിടെയൊക്കെ ബ്ലോക്കാണ്, എന്തോ ഒരു ചെറുക്കൻ വീടിൻ്റെ 3ാം നിലയിലോ മറ്റോ കയറി നിൽക്കുന്നു ബിൽഡിങ്ങിൻ്റെ, ഇപ്പം താഴെ ചാടും. അച്ഛന് സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്, ബൈക്ക് ഇന്ന് കിട്ടണം. ഇത് പറഞ്ഞാൽ അവിടെ പോലീസ് കൂടി മോനെ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് വലയൊക്കെ വിരിച്ച് നിൽക്കുകയാണ്. നമ്മളതിൽ പോയാൽ കുരുങ്ങെന്ന് പറഞ്ഞിട്ട് എന്നെ വേറെ വഴി കൂടെ ABC-യിൽ വരാൻ വേണ്ടിയിട്ട് കൊണ്ടു. ഈ അവസ്ഥയാണ്. എന്ത് രാഷ്ട്രീയമാണ്? അവന് സ്ഥാനാർത്ഥിയില്ല, ഒന്നും വേണ്ട, അവന് ബൈക്ക് വേണം. അവൻ്റെ അച്ഛൻ കിടപ്പിലാണ്, സ്ട്രോക്കാണ്. തീർച്ചയായിട്ടും അതും ഒരു സ്കൂട്ടറുണ്ട്, അത് പോരാ, അത് 5 വർഷം പഴയതായി, പുതിയ ബൈക്ക് ഇപ്പോൾ വേണം. ഇല്ലെങ്കിൽ ചത്തുകളായി. നമ്മുടെ പെരുകുന്ന ആത്മഹത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ പ്രത്യേകിച്ച് RSS-നോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മാനസികാരോഗ്യം വ്യാപകമായിട്ട് നമ്മളുടെ തകർന്നുറവാണ്. തീർച്ചയായിട്ടും വേദന സഹിക്കാനുള്ള കഴിവ് അത് തീരെ ഇല്ലാതായിരിക്കുന്നു. വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ആത്മഹത്യയും കൂടിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് പുതിയ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി വയ്ക്കും. നിങ്ങൾ രക്ഷപ്പെടുമായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല, ഒരു ആരോഗ്യ പ്രശ്നമാണ്, അടിസ്ഥാനപരം മാനസികാരോഗ്യ പ്രശ്നം. തീർച്ചയായിട്ടും കേരളം അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.